അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ 41ാം സംസ്ഥാന സമ്മേളനത്തിന് കോട്ടയത്ത് സമാപനം. സംഘടനയുടെ പുതിയ സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. രാജ്യത്തെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാനത്തെ ശക്തി തെളിയിക്കുന്നതായിരുന്നു 3 ദിവസം നീണ്ടുനിന്ന സമ്മേളനം. ദേശീയതയുടെ ശബ്ദം, രാഷ്ട്ര പുരോഗതിയുടെ യുവശബ്ദം, രാഷ്ട്ര സമർപ്പണത്തിന്റെ ശബ്ദം 3 ദിവസങ്ങളിലായി അക്ഷരനഗരിയിൽ മുഴങ്ങി. സംസ്ഥാന അധ്യക്ഷനായി ഡോക്ടർ വൈശാഖ് സദാശിവനെയും സെക്രട്ടറിയായി യദുകൃഷ്ണനെയും സമ്മേളനാരംഭ ദിവസം തെരഞ്ഞെടുത്തിരുന്നു. മറ്റു ഭാരവാഹികളെ സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ വൈശാഖ് സദാശിവൻ പ്രഖ്യാപിച്ചു. ഈ 2026-27 കാലഘട്ടത്തിലെ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിനെ മുന്നോട്ട് നയിക്കുന്നവരുടെ പട്ടിക പ്രഖ്യാപിക്കുകയാണ്. സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ വൈശാഖ് സദാശിവൻ ആലപ്പുഴ, സംസ്ഥാന ഉപാധ്യക്ഷന്മാർ ഡോക്ടർ ആദർശ് രവി പാലക്കാട് വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അരുൺ മോഹൻ പത്തനംതിട്ട, ഗോപി കൃഷ്ണ ആർ ആലപ്പുഴ, സ്റ്റേറ്റ് സെക്രട്ടറി യദുകൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറിമാർ ആര്യലക്ഷ്മി എം കാസർഗോഡ്, KG ഗോകുൽ കൃഷ്ണൻ പത്തനംതിട്ട. സംസ്ഥാന സംഘടനാ സെക്രട്ടറി NCT ശ്രീഹരി തുടരും. സംസ്ഥാന ഉപാധ്യക്ഷന്മാരായി അരുൺ മോഹൻ, ഡോക്ടർ CV ആദർശ് രവി, ഗോപി കൃഷ്ണ ആർ എന്നിവരെ തെരഞ്ഞെടുത്തു. M ആര്യലക്ഷ്മി, KG ഗോകുൽ കൃഷ്ണ, അശ്വതി ആർ, അതുൽദാസ്, യദുകൃഷ്ണൻ എന്നിവരാണ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിമാർ. സംസ്ഥാന ഓഫീസ് സെക്രട്ടറിയായി P അശ്വിനെ തെരഞ്ഞെടുത്തു. രജിത് കൃഷ്ണൻ സംസ്ഥാന ട്രഷററായി തുടരും. സംസ്ഥാന സർക്കാരിന്റെ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾക്കെതിരെ ABVP ശക്തമായ പോരാട്ടം തുടരുമെന്ന് സംസ്ഥാന ഉപാധ്യക്ഷൻ അരുൺ മോഹൻ പറഞ്ഞു. അധ്യാപകരും വിദ്യാർത്ഥികളും അടങ്ങുന്ന ഒരു കുടുംബമായി, വിദ്യാഭ്യാസ കുടുംബമായി തന്നെ കണ്ടുകൊണ്ട് അവരെ 2 വർഗങ്ങളായി കണ്ട് വർഗസമരം പ്രഖ്യാപിച്ച് പരസ്പരം ചീത്ത വിളിച്ച് ഒരു മലീമസമായ രാഷ്ട്രീയം കലാലയങ്ങളിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന അരാജകവാദികൾക്കെതിരെ അതിശക്തമായി പോരാടുവാൻ ഈ നേതൃത്വം കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെ ശ്രമിച്ചോ അതേപോലെ തന്നെ തുടരും. ഒന്ന്, ABVP മാത്രമാണ് കേരളത്തിൽ PM ശ്രീ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട ഒരേ ഒരു സംഘടന. ആ മുദ്രാവാക്യം ഉയർത്തി നേരിട്ട് നിവേദനം നൽകുന്നതിനോടൊപ്പം ഇത് നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന് ഒരുമിച്ച് KSUവും SFIയും കേരളത്തിൻ്റെ സംസ്ഥാന സർക്കാരിന് തീരുമാനമെടുത്തപ്പോൾ ആ തീരുമാനത്തെ മാറ്റിക്കത്തക്ക രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളുമായി തെരുവിലേക്ക് അഗ്നി പടർത്തിയ സംഘടനയാണ് ABVP. അതുകൊണ്ട് ഇത് കൺകറന്റ് ലിസ്റ്റിലിരിക്കുന്ന ഒരു വിഷയത്തിൽ ഒപ്പുവെച്ച ഒരു കാര്യത്തിൽ അത് ഞങ്ങൾ മരവിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടൊരു കമ്മീഷനെ ഉണ്ടാക്കി ജനങ്ങളുടെ മുന്നിൽ വിഡ്ഢികളാകാൻ മാത്രമാണ് സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നത്. അതിൽ നിന്ന് ഒന്ന് പിന്മാറാൻ സാധിക്കുമെന്നുള്ളൊരു യാഥാർത്ഥ്യം. ഇനി എന്തെങ്കിലും തരത്തിൽ അതൊരു കാര്യം പിന്മാറണമെന്ന് തീരുമാനിക്കേണ്ടത് കേന്ദ്രവും കേരളവും ഒരുമിച്ചാണ്. ഇനി കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് അതിന്റെ പ്രയോജനം കിട്ടണ്ട എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ, രാഷ്ട്രീയപരമായ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും തരത്തിൽ പിന്മാറത്തക്ക രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കുകയാണെന്നുണ്ടെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭം, ഇതുവരെ കേരളം കണ്ടിട്ടില്ലാത്ത അതിശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും നേരിടേണ്ടി വരും. കോട്ടയം ജില്ലയിലെ ABVP പൂർവ്വകാല പ്രവർത്തകരുടെ സംഗമം സമാപന ദിവസത്തെ ശ്രദ്ധേയമാക്കി. ദേശീയ വിദ്യാഭ്യാസ മുന്നേറ്റം, സമകാലിക വിദ്യാർത്ഥി പ്രാധാന്യ വിഷയങ്ങളെല്ലാം സമ്മേളനത്തിൽ 3 ദിവസങ്ങളിലായി സജീവ ചർച്ചയായി. ജനം, കോട്ടയം.